വെൽക്കം ടു ഓൾ ടാരോ വിത്ത് ഷംല. നമുക്കിന്നൊരു പുതിയ റിലേഷൻഷിപ്പ് റീഡിംഗ് നോക്കാം. യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുമോ ഇല്ലയോ എന്നുള്ളത് അങ്ങനൊരു ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുമോ? അങ്ങനൊരു തോട്ടും സംസാരവും ഒക്കെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അത് ആ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുമോ, നിങ്ങളുടെ അടുത്ത് ഇപ്പോഴുള്ള ആ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുമോ ഇല്ലയോ നമുക്ക് യൂണിവേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം. യൂണിവേഴ്സ് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ദീർഘനിശ്വാസം എടുത്ത് വിടുക. ഓക്കെ, നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടു പോകുമോ ഇല്ലയോ എന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത്. ഒരു മേജർ ആർക്കാന കാർഡാണ്. ഒരു ആത്മീയ പാഠമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മിതത്വം പാലിച്ച് പോവുക സാധ്യത ഉണ്ട്. അതുപോലെ നമ്മൾ മിതത്വം പാലിച്ചു പോവുക, ബാലൻസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. നല്ലൊരു എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. അന്നേരം അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. ഒരു സ്ട്രഗിളിങ് കാണുന്നുണ്ട്. 5 ഓഫ് സോഡാണ് കാണുന്നത്. മാനസികമായിട്ട് ഒരു സ്ട്രഗിളിങ് ആ പേഴ്സൺ നിങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രഗിളിങ് കാണുന്നു. പലരിൽ നിന്നും എതിർത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് കൊണ്ടാണ് അങ്ങനെ വിട്ടുപോകണമെന്നുള്ളൊരു മാനസികാവസ്ഥ വരുന്ന ഒരു അടുത്തത് 5 ഓഫ് കപ്സ് ആണ്. സ്നേഹത്തിൽ നിരാശയുണ്ട്. നിരാശപ്പെട്ടിട്ടാണ് ആ പേഴ്സൺ പോകണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയിൽ നിൽക്കുന്നു. എന്തൊക്കെയോ നിങ്ങളുടെ റിലേഷനിൽ എന്തൊക്കെയോ ഒരു നിരാശ അനുഭവപ്പെടുന്നുണ്ട്, വിഷമം അനുഭവപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അതിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ വന്നപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയാണ് ആ പേഴ്സൺ ഉള്ളത്. തുടങ്ങിയപ്പോൾ നല്ല സന്തോഷവും സെലിബ്രേഷനും ഒക്കെ ഉള്ളൊരു ആയിരുന്നു. അത് പിന്നീട് വേണോ വേണ്ടയോ എന്നുള്ള സ്റ്റേജിൽ നിന്നും വീണ്ടും ആലോചിക്കുകയാണ്. ആ സ്നേഹബന്ധങ്ങളെല്ലാം ഒഴിവാക്കി പോകാം. ഡിപ്രഷനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ആ ബ്രേക്കപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ വിട്ടുപോകാനുള്ളൊരു തീരുമാനമൊക്കെ പല വീട്ടുകാരൊക്കെ ആയിട്ടുള്ള എതിർപ്പൊക്കെ കാണും. അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, വീട്ടുകാരായിരിക്കാം, ആരൊക്കെയോ എതിർക്കുന്നുണ്ടോ. ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റാത്തൊരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. എന്നാൽ നല്ലൊരു സൺ എനർജിയാണ് ഇതൊരു. അല്ലെങ്കിൽ അത് ബാലൻസ് ചെയ്ത് നിർത്തൂ എന്നുള്ളൊരു ആത്മീയ അറിവും കൂടിയാണ് ഇതിലൂടെ ഈ യൂണിവേഴ്സ് തരുന്നത്. ഇതെല്ലാം ബാലൻസ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ആ പേഴ്സൺ സ്വയം മനസ്സിലാക്കുക. ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ആ പേഴ്സൺ തന്നെ സ്വയം മനസ്സിലാക്കിയെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് പോകത്തുള്ളൂ, റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകത്തുള്ളൂ. അത് വിട്ടുപോകണമെന്ന് തന്നെയാണ്. കൂടുതൽ സ്ട്രഗ്ലിങ്ങിലാണ്. ഒരുപാട് ആൾക്കാർ ഇത് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിരാശയിലാണ്, ഡിപ്രഷനിലാണ്. അത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുമില്ല. അത് ബാലൻസ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുമോ ഇല്ലയോ എന്നുള്ളൊരു ഇത് ആണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിച്ചത്. അന്നേരം സാധ്യത മേ ബി ആണ്, ഉണ്ടാവാൻ സാധ്യത കൂടുതലുമാണ്. ഡിപ്രഷനിലായിരിക്കുന്ന വ്യക്തിയാണ്. എന്തും ചിന്തിക്കാം, എന്തും പ്രവർത്തിക്കാം. ഇപ്പോൾ നിങ്ങൾ ക്വയറ്റ് സൈലൻ്റ് ആയിട്ടിരിക്കുക. നമുക്ക് നോക്കാം. ഡിപ്രഷനും ആ ഒരു മാനസികാവസ്ഥയൊക്കെ മാറുമ്പോൾ വീണ്ടും തിരിച്ചു വരണമെന്നുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാകുമായിരിക്കും. അതറിയത്തില്ല നമുക്ക്. അത് വീണ്ടും നമുക്കത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇതിൻ്റെ കൂടുതൽ റീഡിങ്സ് അറിയണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. ടാരോ റീഡിങ് ഞാൻ ചെയ്യുന്നതാണ്. റെക്കി ഹീലിങ്ങും ചെയ്യും, ഓറ സ്കാനിങ്ങും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ബ്ലെസ്ഡ് ആയിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെപ്പോഴും താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് പോസിറ്റീവ് റിസൾട്ട് തന്നെ വരും.
ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടെങ്കിലും ഒരു ഡിപ്രഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടാണ് ഇത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്.